ഇന്നത്തെ നമ്മുടെ നമ്മുടെ യാത്രയുടെ അവിടെയാണ് തിരുനാവായി, അവിടെയാണ് മാമാങ്കം നടന്നത്. എഴുത്തച്ഛന്റെ ജന്മസ്ഥലമായ തിരൂര് ഭാരതപ്പുഴയുടെ കരയിലാണ്. എഴുത്തച്ഛൻ രാമായണവും മഹാഭാരതവും എഴുതിയ ശോകനാശിനി പുഴ ഭാരതപ്പുഴയുടെ ഒരു പോഷക നദിയാണ്. കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരുടെ വീടിനടുത്തൂടാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. അന്തിക്കൊരുത്തി മുറുക്കി പൊരുത്ത് വീണത് ചേച്ചിലാണ്. ഗാനമാണ് ഞാൻ ഓടത്തണ്ടല്ല, ജ്വലിക്കുന്ന നാളമാണ് ഞാൻ, പഴംതൊടുതൻ തിരിയല്ല എന്ന് എഴുതി വെച്ച മഹാനായ ഒരു കവി. ഗാനമാണ് ഞാൻ ഓടത്തണ്ടല്ല, ജ്വലിക്കുന്ന ഇന്നു പാടുന്ന പാട്ടിൽ ചുവക്കും കിനാപ്പൂക്കൾ മാത്രം തുടിക്കും കരളിൽ തിളങ്ങുന്ന താരം പുഞ്ചിരി മുട്ടമെന്നോമന പേരിട്ട് നമ്മൾ വിളിക്കുവാകുന്നെറുകേ. ഇന്നതേ നാടിന്റെ നോവായി മാറി, ഇന്നതിൻ പേരോ കണ്ണുനീർ മട്ടമോ. ചെടികളെ കുറിച്ച് ഡൗട്ട് ശബരിമലയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു വഴിയൂടെ എനിക്ക് ഇപ്പൊ തുറന്നു കിട്ടിയില്ല. അത് ഈ കുട്ടികളുടെ പുസ്തകം എഴുതിക്കൊണ്ടാണ് എനിക്ക് മെയിനായിട്ട് കിട്ടിയത്. പക്ഷെ ഞാൻ എന്റെ പുസ്തകം കുട്ടികളുടെ അതിനകത്ത് എന്റെ ഒരു പ്രവചനമുണ്ട്. ഞാൻ സാറ് പറഞ്ഞിട്ടില്ല, ഞാൻ ഇങ്ങനെ അലിഞ്ഞിരിഞ്ഞ് നടക്കും എന്നൊക്കെ മനസ്സുണ്ട്. പക്ഷേ മലയാളം വേണ്ടത്ര രീതിയിൽ അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ അടുത്താണ്. ദൈവത്തിനെ ഒരു നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും കാരണം നമ്മൾ എന്ത് ഉദ്ദേശിച്ചാണോ പുറപ്പെട്ടത് അതിനപ്പുറത്തേക്ക് നമ്മളെ നയിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഈ ചെറിയ മനുഷ്യൻ്റെ വലിയ ലോകത്തിൽ നമുക്ക് എത്തപ്പെടുവാനും അദ്ദേഹത്തിന് പറയാനുണ്ടാവും. പക്ഷേ പറയുന്നതിലുപരി കണ്ടറിയുക, ചൊല്ലിക്കേൾക്കുന്നതിനേക്കാളും കണ്ടറിയുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലേക്ക് കൊടുക്കും. കൈയടിക്കൂ മനസ്സോടെ. അജി ആദർശം സാറല്ലേ നമ്മളെ പോലുള്ള ഈ മാഷ നമ്മൾ ഈ 18 വയസ്സ് മോശമില്ലാത്ത സാധനങ്ങൾ
ആരും വായിച്ചിട്ടില്ല. പഠിക്കാനുണ്ട് ശരിക്കും. തമിഴ് നല്ല 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 ഭാഷയിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നാഷണൽ അവാർഡ് കിട്ടിയത്. ഞാൻ അങ്ങനെയാണ് ഫ്രണ്ടായത്. ഇവിടെ വന്ന് ഒരു ദിവസം വന്ന് എൻ്റെ നാഷണൽ അവാർഡ് DA ക്കില്ല എൻ്റെ ഇതൊക്കെ ലേഖനത്തിൽ വരാനാണ്. ഏതെങ്കിലും ഷോർട്ട് ഫിലിം അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ സൃഷ്ടികൾ നടത്താം. അദ്ദേഹം നോവൽ വായിച്ചവരുണ്ടെങ്കിൽ അത് എനിക്കറിയാം. മൈമൂൻ ഈ പള്ളിയിൽ മൈമൂൻ ഇതാണ് പള്ളി ചിത്രീകരിച്ച് ഇങ്ങനെ നിലതൊക്കെ പുതുക്കി പണിത് സംഭവിക്കാത്ത ഒരു കാരണം ഇവിടെ ഒരു 10% വായിക്കുന്നത്. പേനയും കൊണ്ട് വരയ്ക്കാനാണ് പേടിയാണ്. വരവുള്ളൂല്ല. ഉള്ളടക്കം ഗംഭീരമായി. പോത്തുപള്ളിയിൽ ബാങ്ക് വഴി തുടങ്ങി പറയുന്നത്. ചെറുതായിട്ട് കിട്ടി. എല്ലാം ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ വെയിലായോണ്ടാണ്.